ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരാണ്? മഞ്ജു വാര്യർ. എൻ്റെ അച്ഛൻ വേടന തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്. ജീവിതചര്യ അച്ഛനും അമ്മയാണ്. ഹലോ, പേരെന്തായിരുന്നു? ഷാരിക. ഷാരിക അല്ലേ? അപ്പോൾ ഷാരികയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരാണ്? മഞ്ജു വാര്യർ. മഞ്ജു വാര്യറാണ്. എന്തുകൊണ്ടാണ്? അതായത് എന്ത് കാര്യം ഒറ്റയ്ക്ക് നേരിടാനുള്ള ഒരു ഇതുണ്ട് അവൾക്ക്, ഒരു പെൺകരുത്ത്. അതായത് ലൈഫിൽ എന്ത് വന്നാലും പോരിടും എന്നുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. കുറച്ചൊരു ബോൾഡാണ് ആളല്ലേ? ബോൾഡാണ്. ഓക്കെ. അപ്പോൾ എന്താവണമെന്നാണ് ആഗ്രഹം? എന്താണ് ഷാരികയുടെ ആഗ്രഹം? എന്താണ്? അത് കുറച്ച് സ്വതന്ത്രമായിട്ട് നടക്കണം. ഇപ്പം മഞ്ജു വാര്യർ അവളുടേതായ ഒരു ലൈഫിലേക്ക് പോകുന്നുണ്ട്. അതെ, മീൻസ് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ നമുക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റണം. ഒരു അടച്ചുറപ്പില്ലാണ്ട് നമ്മളെ തുറന്ന് നടക്കാൻ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കും നമുക്ക് സ്വാധീനിക്കാൻ ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു സംവിധാനം. ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് ദിൽസാന. ദിൽസാന അല്ലേ? അപ്പോൾ ദിൽസാനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരാണ്? വേടന തോന്നിയിട്ടുണ്ട്. വേടൻ. എന്തുകൊണ്ടാണ്? വേട ഒന്നും ഇല്ലാത്തതെന്നാണ് ഇത്രയ്ക്ക് എത്തിയത്. പുള്ളി പിന്നെ ഭയങ്കര ആളുടെ പാട്ടൊക്കെ ഇൻസ്പിറേഷനായി തോന്നിയിട്ടുണ്ട്. പുള്ളി എല്ലാം കൊണ്ട് അടിപൊളിയാണ്. നമസ്കാരം, പേരെന്തായിരുന്നു ചേച്ചി? ചിഞ്ചു. ചിഞ്ചു അല്ലേ? അപ്പോൾ ചേച്ചിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഹസ്ബൻഡാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രയും സ്നേഹം വേറെ ആരെയൊന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞ ജീവിതത്തിൽ. ആദ്യമായിട്ട് ആളാണ് എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഒരു സ്വാധീനമായി പോയത്. ലൈഫിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ടാണ്. എന്തിനും സപ്പോർട്ടാണ്. തിരിച്ചു സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഓ, തിരിച്ചും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഹലോ, പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ആര്യ. ആര്യ. സ്നേഹ അല്ലേ? അപ്പോൾ ആര്യനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാണ്? ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്. എന്തുകൊണ്ടാണ്? കാരണം സങ്കടം വന്നാൽ എന്നോട് തന്നെ പറയാം, സന്തോഷം വന്നാൽ എനിക്ക് തന്നെ സന്തോഷിക്കാം. സെൽഫ് അല്ലേ? ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? ആതിര ബിനോജ്. ആതിര ബിനോജ് അല്ലേ? അപ്പോൾ ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആളാരാണ്? എൻ്റെ അച്ഛൻ. അച്ഛനാണ്. എന്തുകൊണ്ടാണ്? റീസൺസ് എല്ലാ പെൺമക്കൾക്കും അവരുടെ ഏറ്റവും കൂടുതലുള്ളത് അച്ഛൻ തന്നെയാണ്. അതേപോലെ തന്നെയാണ് എനിക്കും എൻ്റെ അച്ഛൻ തന്നെയാണ്. ഹായ് ബ്രോ, പേരെന്തായിരുന്നു? ആരുഷ്. ആരുഷ് അല്ലേ? അപ്പോൾ ആരുഷിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാണ്? എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് മീൻസ് നമ്മുടെ എല്ലാ കാര്യവും നമ്മുടെ അച്ഛനമ്മയെന്നല്ലേ നോക്കുക. നമ്മൾ വലുതാകണ വരെ നമ്മളുടെ അച്ഛനമ്മയാണ് നമ്മളെ നോക്കാറുള്ളത്. അംബീഷൻ എന്താണ് ആരുഷിന്റെ അംബീഷൻ? എനിക്ക് ഒരു കളക്ടറാകാൻ ആഗ്രഹം. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? ചേട്ടാ, അപ്പോൾ ചേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? സ്വാധീനിച്ചത് മുത്തശ്ശൻ്റെ ജീവിതചര്യ. അത് ചെറുപ്പം മുതൽക്കേ ഞങ്ങളെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു. മുത്തശ്ശനും അമ്മയും മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് ഇതുവരെ എത്തിച്ചു. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അമ്മ മരിച്ചുപോയി. അതാണ് ഇൻസ്പിറേഷനായിട്ട് ജീവിതത്തിൽ ഇതുവരെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഗുരു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ വാക്കുകൾ, അവർ പഠിപ്പിച്ചത് രീതി, അതെല്ലാം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ജീവിതത്തിലും അനുഭവങ്ങളിലും. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും കറങ്ങി, അതുപോലെ വിദേശത്തും കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. അവിടുന്ന് പല രീതിയിലുള്ള ആളുകളെ കണ്ടു, പല അനുഭവങ്ങൾ, പല മുഖങ്ങളുള്ള ആളുകൾ. അങ്ങനെ എല്ലാവരെയും കണ്ട് ഇങ്ങനെ ഇതായി ഒരു പരിധി വരെ പൊരുതി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരു മാസമായിട്ട് ലീവിന് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു മാസം കൂടി ഉണ്ടാവും ഇവിടെ. അത് കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ബ്രോ പേരെന്തായിരുന്നു ബ്രോ? അഭിലാഷ്. അഭിലാഷ് അല്ലേ? അപ്പോൾ അഭിലാഷിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആളാരാണ്? നെയ്മർ ആണ് അല്ലേ? എന്തുകൊണ്ടാണ് നെയ്മർ? അദ്ദേഹത്തിൻ്റെ സ്കിൽസും എല്ലാം തന്നെയാണ്. ഞാനൊരു ഫുട്ബോൾ പ്ലെയറാണ്. ഏതാണ് പൊസിഷൻ? ഏതാണ്? നമ്മളെല്ലാ പൊസിഷനും കളിക്കും. ഗോൾ കീപ്പർ നിൽക്കും? അതെ. ഓക്കെ. ഇഷ്ടപ്പെട്ട ടീം ബ്രസീൽ തന്നെയാണ്? അതെ. ഹലോ നമസ്കാരം, പേരെന്തായിരുന്നു? അഭിനവ്. അഭിനവ് അല്ലേ? അപ്പോൾ അഭിനവിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? അമ്മയാണ്. അമ്മയാണല്ലേ? എന്തുകൊണ്ടാണെന്ന് വിവരിക്കാനുള്ളതൊന്നുമില്ല, പക്ഷെ അമ്മയല്ലേ എല്ലാം. അത് കാരണം എന്തുകൊണ്ടാണെന്ന് അതെങ്ങനെ സ്പെസിഫിക് ആയിട്ട് വിവരിക്കുക. അമ്മയാണ് എൻ്റെ എല്ലാം. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? മനോജ്. അപ്പോൾ ചേട്ടനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആളാരാണ്? വിജയ്. എന്തുകൊണ്ടാണ് ചേട്ടാ? ഇഷ്ടം കൊണ്ടാണ്. എല്ലാ സിനിമയും കാണാറുണ്ട് വിജയ്. ഇപ്പോൾ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമോ? തീർച്ചയായും സപ്പോർട്ട് ചെയ്യും. മാറ്റം വരണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്.